നമസ്കാരം. 18 ദിവസം ജയിൽ കടന്ന ശേഷം പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടം ഇന്നലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. അദ്ദേഹത്തിന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറ്റുമായിരുന്നു, എന്നാൽ നിയമസഭയിലേക്കും പോയില്ല. അദ്ദേഹം വീട്ടിലേക്ക് ആവശ്യമുള്ള തൻ്റെ ഇഷ്ടപ്പെട്ട സ്നേഹിക്കുന്ന ചില സുഹൃത്തുക്കളെ മാത്രമാണ് വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയിട്ടുള്ളത്. ബാക്കി എല്ലാവരോടും നോ പറഞ്ഞുകൊണ്ട് വാതിൽ കൊട്ടിയടച്ചു. പല പത്രപ്രവർത്തകരും അവിടെ എത്തിയിരുന്നു, ചാനലുകാരും അവിടെ കാവൽ നിന്നിരുന്നു. അവരെയൊന്നും മൈൻഡ് ചെയ്തില്ല. അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എടുത്ത നിലപാട് പോലെ തന്നെയായിരുന്നു അദ്ദേഹം വീട്ടിലെത്തിയിട്ടും. ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ച ഒരിക്കൽ കൂടി കാണാം. നിയമസഭയിലേക്ക് പോകും. എന്തെങ്കിലും പറയാനുണ്ടോ? 18 ദിവസമായി ജയിൽവാസം. എന്തെങ്കിലും പറയാനുണ്ടോ? കുടിക്കാണോ? കണ്ടല്ലോ, പത്രക്കാർ ചോദിച്ചു, ട്രാപ്പാണോ, നിയമസഭയിൽ പങ്കെടുക്കോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ എന്തെങ്കിലും ഒരു ചോദ്യത്തിന് മറുപടി പറയുമെന്നുള്ള ധാരണയിലായിരുന്നു. എന്നാൽ 18 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം അദ്ദേഹം കൂടുതൽ ശക്തനായി തീർന്നു എന്നുള്ളതിന് തെളിവാണത്. മുമ്പ് പൊട്ടിത്തെറിക്കുമായിരുന്ന രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ മനഃശക്തി നേടിയിരിക്കുന്നു. ജയിലിൽ 18 ദിവസം ഏകാന്തവാസത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ നേട്ടം അതാണെന്നും തോന്നുന്നു. കാരണം എല്ലാവരും ചിന്തിക്കുക, ജയിലിൽ പോയാൽ എന്തൊക്കെയോ പ്രോബ്ലം, ആകെ മാനസികമായ നില തെറ്റുമെന്നാണ്. എന്നാൽ തെറ്റാണ്. ജയിലിൽ പോയാൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല. അവിടെ എല്ലാ തരത്തിലുള്ള സുരക്ഷിതത്വം ഏകാന്തതയും കിട്ടും. മൊബൈൽ ഫോണില്ല, അതേപോലെ മറ്റു സുഹൃത്തുക്കളുമായി സംസാരമില്ല, പുറമേയുള്ള ആളുകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പുറം ലോകത്ത് എന്താ നടക്കുന്നത് അറിയേണ്ട ആവശ്യമില്ല, അതിനെ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. പകരം രാവിലെ 6 മണിക്ക് മുട്ടി വിളിക്കും, 6:30 മണിയാകുമ്പോഴേക്ക് ചായ കിട്ടും, 8 മണിയാകുമ്പോഴേക്ക് പിന്നെ രാവിലത്തെ ഭക്ഷണം കിട്ടും, നല്ല ഒന്നാന്തരം ഭക്ഷണം ഇഷ്ടംപോലെ കിട്ടും. പിന്നെ ഉച്ചയ്ക്ക് 12:30 മണിയാകുമ്പോഴേക്ക് ഊണ് കിട്ടും, വൈകുന്നേരം 3:30 മണിയാകുമ്പോഴേക്ക് ചായ കിട്ടും, രാത്രിയിലത്തെ ഭക്ഷണം 5:30-6 മണിയാകുമ്പോഴേക്ക് എത്തും. പിന്നെ 7 മണിക്ക് സുഖമായി കിടന്നുറങ്ങാം, 9 മണിക്ക് എല്ലാവരും ലൈറ്റ് ഓഫാക്കി കിടന്നുറങ്ങിക്കൊള്ളണം. അതായത് ഒരാളുടെ ജീവിതത്തിന് ഏറ്റവും ക്രമീകരിക്കാൻ പറ്റുന്ന ലൈഫാണ് ജയിൽ ജീവിതമെന്ന് എൻ്റെ ലൈഫിൽ നിന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഞാൻ ജയിലിൽ കള്ളക്കേസിൽ കുടുക്കി 43 ദിവസത്തോളം 3 കേസുകളിലായി ഞാൻ കടന്നിട്ടുണ്ട്. ഈ കേസുകളിൽ നിന്നല്ല ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം, ജയിൽ അങ്ങനെ കുഴപ്പമുള്ള ഏരിയ അല്ല, മാത്രമല്ല ജയിലിൽ സുരക്ഷിതമാണ്, ഭക്ഷണക്രമീകരണം നടക്കുന്നു, പിന്നെ നമ്മൾക്ക് വ്യായാമം ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, വൈകുന്നേരം നടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, രാവിലെ നടക്കാനുള്ള സൗകര്യമുണ്ട്. അതിന് പെർമിഷൻ മേടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കൃത്യമായി പറഞ്ഞാൽ ജയിൽ അങ്ങനെ കുഴപ്പമുള്ള ഏരിയ അല്ല, മാത്രമല്ല ഇഷ്ടം പോലെ വായിക്കാനും ഉള്ള സൗകര്യമുണ്ട്. പുസ്തകങ്ങൾ ലൈബ്രറിയിൽ പോയി വാങ്ങാനും എടുക്കാനും ഇഷ്ടം പോലെ ലോകത്തെക്കുറിച്ചുള്ള പല തരത്തിലുള്ള അറിവുകൾ നേടാനും ആ സന്ദർഭം സഹായിക്കും. ഏകാന്തമായി ചിന്തകൾ ഉണ്ടാക്കാൻ പറ്റും. രാഹുൽ മാങ്കൂട്ടവും 18 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തത് അത് തന്നെയാണ്. തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകൾ തിരുത്തി സുദൃഢമായ നല്ലൊരു ഭാവി അദ്ദേഹം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം പുറത്തിറങ്ങിയിട്ടുണ്ടാവുക. കഴിഞ്ഞ കാലത്തിൽ അദ്ദേഹത്തിന് പറ്റിയ തെറ്റുകൾ, 36 വയസ്സല്ലേ ഉള്ളൂ, കത്തിപ്പടർന്ന് കേരളത്തിലെ തീജ്വാലയായി വളർന്ന രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഈ ജയിൽവാസം തീർച്ചയായിട്ടും അനുഭവം തന്നെയാണ്. ആരെയും കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കേസ്. ഈ നമ്മളെ കോടതി വിധി വന്ന ശേഷം കൃത്യമായി നമുക്ക് കാര്യകാരണ സഹിതം ഇപ്പോൾ എല്ലാവരും വിലയിരുത്താൻ തുടങ്ങി. രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനല്ല, ഈ വകുപ്പ് നിലനിൽക്കുകയില്ല, ഈ കേസേ നിലനിൽക്കുകയില്ല, ഇതൊരു കള്ളപ്പരാതിയാണെന്ന് കൃത്യമായി മനസ്സിലായി. ആ മനസ്സിലാവുന്നത് ഇപ്പോഴല്ല. ശരിക്കും ഞാൻ ഈ വാർത്ത വന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ദിവസം മുതൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റെടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് മാത്രമല്ല ചില പോലീസ് ഓഫീസർമാരിൽ നിന്ന് കിട്ടിയിരുന്നു. ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ വേണ്ടി പിണറായി വിജയനും പി ശശിയും ചേർന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ വ്യക്തമായി റിനി ആർ ജോർജിന് പങ്കുണ്ട് എന്നുള്ള കാര്യവും കൃത്യമായി എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. റിനി ആർ ജോർജിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല, പിന്നീട് ഫെനി നൈനാൻ തന്നെ വെളിപ്പെടുത്തി ഇതിനകത്ത് റിനി ആർ ജോർജിനും പങ്കുണ്ടെന്നുള്ള കാര്യം. എന്നിരുന്നാലും ഞാൻ റിനി ആർ ജോർജിനെ കുറിച്ച് വേറെ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കൃത്യമായി ഫെനി നൈനാൻ്റെ ഒരു പത്രസമ്മേളനം നമ്മൾ കാണേണ്ടതാണ്. അതൊന്ന് കേൾക്കാം. എനിക്ക് എതിരെ തെളിവുണ്ട് എങ്കിൽ ഞാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കും, എനിക്ക് വോട്ട് ചെയ്യേണ്ടെന്ന് ഞാൻ ജനങ്ങളോട് അങ്ങ് അഭ്യർത്ഥിക്കും. അതിൽ കൂടുതൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ. പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അല്ലെങ്കിൽ ആ പറഞ്ഞ വ്യക്തി, ഒരു വ്യാജ പരാതി കൊടുത്ത ആ വ്യക്തി, അതിന്റെ തെളിവ് പുറത്തുവിടട്ടെ. ഇതിന് വലിയ ഒരു ഗൂഢാലോചനയുണ്ട്. അത് സർക്കാർ, പോലീസ്, ചില മാധ്യമങ്ങള്, അങ്ങനെ വലിയൊരു സംഘം ആളുകൾ ഗൂഢാലോചന നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ന്
ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കുന്ന ഈ അവസരത്തിൽ ഈ പരാതി ഉയർന്നു വന്നത്. ഈ പരാതിക്കാരി വിശദാംശങ്ങൾ വെളിപ്പെടുത്തണമെന്ന് പറയുമ്പോൾ അത് വെല്ലുവിളി തന്നെയാണ്. കാരണം നിസ്സംശയം പറയുന്നു, ഇങ്ങനൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ 27 വയസ്സായ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് വെല്ലുവിളിക്കുന്നത് തന്നെയാണ്. അതെ, നിരന്തരമായി എന്നെ വ്യക്തിപരമായി ഏത് കേസ് വന്നാലും എന്നെ വ്യക്തിപരമായി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു സംഘം ആളുകൾ ഇറങ്ങിയിരിക്കുകയാണ്. അതിൽ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ചില മീഡിയകളുണ്ട്, സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളുമുണ്ട്. ഇതിലൊന്നും ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കത്തില്ല. തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ഈ വാർഡിൽ ഉജ്ജ്വലമായ വിജയം നേടും. ഇപ്പൊ ഈ കാറിനകത്ത് താങ്കളാണ് വണ്ടി ഓടിച്ചതെന്നാണ് കൃത്യമായിട്ട് ആ പരാതിയിൽ ഇമെയിലിൽ പറയുന്നത്. അങ്ങനെ ഒരു സംഭവം നടന്നില്ല എന്ന് എങ്ങനെ താങ്കൾക്ക് തെളിയിക്കാൻ പറ്റും? പരാതിക്കാരി തെളിയിക്കട്ടെ. പരാതി ഞാൻ എങ്ങനെയാണ് അന്ന് ഏത് സമയത്താണ് ആ സമയത്ത് വണ്ടി ഓടിച്ചിട്ടില്ല, അവിടെ പോയിട്ടില്ലെന്ന് ഞാൻ എങ്ങനെ തെളിയിക്കും? പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ഞാൻ അങ്ങനെ പോയിട്ടില്ല എന്ന് എനിക്ക് 100% എൻ്റെ മനസാക്ഷിയുടെ കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഇതിൽ കൂടുതൽ ഒരു സ്ഥാനാർത്ഥി അല്ലെന്ന് ഞാൻ എന്ത് പറയണം? അങ്ങനെ ഒരു ഹോം സ്റ്റേയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും ആ യുവതിക്കൊപ്പം താങ്കൾ പോയിട്ടില്ല? ഒരു യുവതിക്കൊപ്പവും ഞാൻ പോയിട്ടില്ല. പ്രചരണം ഊർജിതമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നിയമ നടപടികൾ നടത്തും, അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് മുന്നോട്ട് പോകും. കേട്ടല്ലോ, ഇതേപോലെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റും നമുക്കൊന്ന് വായിക്കാം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമതൊരു പരാതി വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയ ദിവസങ്ങളെ പരാതിക്കാരിയായ സ്ത്രീയെ പറ്റി ഒരു വിവരങ്ങളും അഭാഗ്യമായി ആർക്കും അറിയാൻ കഴിയില്ലല്ലോ. എനിക്കും അതിനെപ്പറ്റി അറിയില്ല. എന്നാലും മാധ്യമങ്ങളിൽ നിന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന അവിവാഹിതയായ ഒരു സ്ത്രീ ആരാണെന്നും അവർ എനിക്ക് KSU പരിപാടിക്ക് പണം തന്നിട്ടുണ്ട് എന്നും അവർക്ക് രാഹുലുമായി സൗഹൃദമുണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞു. എൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു. എനിക്ക് അങ്ങനെ ഒരു സ്ത്രീ അറിയാം. KSU നടത്തിയ ഒരു പരിപാടിയിൽ പണം തന്നിട്ടുണ്ട്, 5000 രൂപ തന്നത്. അവർ പണം തന്ന ദിവസം തന്നെ അവരുടെ പേര് ഉൾപ്പെടുത്തി അവർ പറഞ്ഞ 50 കൂപ്പണുകളുടെ എണ്ണവും കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആക്കിയിട്ടുള്ളതാണ്. എന്നാൽ അവരെ മാഹുൽ കാണുകൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്ന വിവരം എനിക്ക് അതിശയമായി തോന്നി. കാരണം ഈ അതിജീവിത എന്നോട് 2025 നവംബർ വരെ സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും കോടതിയിൽ തെളിവായി കൊടുക്കാൻ ഈ കേസ് വാദിക്കുന്ന ശാസ്ത്രമംഗൽ അജിത് കുമാർ സാറിനും അദ്ദേഹത്തിന് ജൂനിയർ ശേഖർ സാറിന് കൊടുത്തിട്ടുണ്ട്. അവർ ഇത് കോടതിയിൽ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മൂന്നാമത് പരാതി വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള മാധ്യമ വിചാരണ നടക്കുന്നത്. ഇതിലെ സത്യം അറിയാവുന്ന ഞാൻ അത് മുഖ്യധാര മാധ്യമങ്ങളിലെ ചിലരോട് പങ്കുവച്ചു. എന്നാൽ അതിൽ രാഹുലിന് അനുകൂലമായ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു മാധ്യമവും അത് ചാനലിൽ കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടത് അവരുടെ അജണ്ടയ്ക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ്, അല്ലാതെ വാർത്തകളല്ല. അതുപോലെ രണ്ടാമത് വന്ന പരാതി രാഹുൽ MLA ഒരു പെൺകുട്ടിയെ ഹോം സ്റ്റേയിലെത്തി ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു പരാതി. അങ്ങനെ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ എത്തിച്ചു കൊടുത്തത് ഞാനായി ഓടിക്കുന്ന കാറിലായിരുന്നു എന്നാണ് പരാതി. കേട്ടാൽ വളരെ ഗൗരവമുള്ള കുറ്റകൃത്യം. ആ കേസ് വന്നപ്പോൾ തന്നെ ഞാൻ മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞതാണ്, അങ്ങനെ ഒരു സംഭവം ഒരിക്കലും എൻ്റെ ജീവിതത്തിലുണ്ടായില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ അറിയില്ലെന്ന്. അതുമായി ബന്ധപ്പെട്ട് എന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. എന്നിട്ട് അറസ്റ്റ് പോലും ചെയ്തില്ല. അങ്ങനെ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ എത്തിച്ചു കൊടുത്തു എന്ന് ഗൗരവമായ ആരോപണമുള്ള എന്നെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ്? ഒരു തെളിവുമില്ലാത്തത് കൊണ്ടാണെന്ന് ഉറപ്പാണല്ലോ. അല്ലാതെ പോലീസ് എന്നെ സഹായിച്ചതല്ലോ. ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ച ചെയ്തോ? ധാർമ്മികമായി രാഹുൽ MLA തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വിധിക്കാൻ ഞാൻ ആളല്ല. എന്നാൽ ഇന്ത്യൻ നിയമവ്യവസ്ഥ പ്രകാരം എതിരായ ഒരു കുറ്റവും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും മാധ്യമങ്ങൾ അവരുടെ അജണ്ട വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. കല്ലെറിയുമ്പോൾ കല്ലെറിയൂ, ഇമോഷണൽ കഥകൾ മനിയുവാൻ അത് ചെയ്യൂ, PR കാപ്പി കുടിക്കുന്നവർ അത് ചെയ്യൂ. പക്ഷേ ഇവിടെ കോടതിയുണ്ട്, സത്യം ഇവിടെ തെളിയും. അന്ന് ഇയാളെ വേട്ടയാടിയവർ മനസ്സുകൊണ്ടെങ്കിലും ഒരു മാപ്പ് പറയണം. ഈ പോസ്റ്റിൽ ഞാൻ അതിജീവിത ആരെന്ന് പറഞ്ഞിട്ടില്ല, ഒരു ഐഡൻറ്റിറ്റിയും വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പുറത്തുവിട്ട ഒരു പോസ്റ്റ് വളരെ വ്യക്തമാണ്, കൃത്യമാണ്. കാരണം ഫെനി നൈനാൻ ചെയ്ത ഈ തുടക്കത്തിന് ശേഷമാണ് അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തത്, ആ അതിജീവിതയുമായുള്ള ചാറ്റുകൾ പുറത്തുവിട്ടത്. ആ ചാറ്റുകളാണ് ഈ കേസിൽ നിർണായകമായത്. ആ ചാറ്റുകളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഒരു തെറ്റും ചെയ്തിട്ടില്ല. പകരം ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തെ 2025 ഡിസംബർ വരെ, നവംബർ മാസം വരെ പിന്നാലെ നടന്ന് എങ്ങനെയെങ്കിലും എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം കഴിയണം, രാത്രി 3 മണിക്കൂർ എനിക്ക് സമയം കിട്ടണം, അല്ലെ കാറിൽ ഏകാന്തമായി ഞങ്ങൾക്ക് യാത്ര ചെയ്യണം, ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ തീർക്കണം. എന്നാണ് ബലാത്സംഗം നടന്നു എന്ന് പറയുന്നത്? 8/4/2024
ഒരു കൊല്ലം കഴിഞ്ഞിട്ട് 1.5 കൊല്ലം കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നാലെ ഒറ്റയ്ക്ക് നിൽക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതി പ്രധാനമായിട്ട് ചോദിച്ചിട്ടുള്ളത്. ആ ചോദിച്ചത് വളരെ കൃത്യമാണ്. ഈ പെൺകുട്ടി 1 കൊല്ലം 9 മാസം കഴിഞ്ഞിട്ടാണ് ഒരു പരാതി കൊടുക്കുന്നത്. 1 കൊല്ലം 6 മാസം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ചെന്നിട്ട് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ഒപ്പം കഴിയണമെന്ന് പറഞ്ഞാൽ അത് ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് പറ്റുക? ഇതിനർത്ഥം ഈ ബലാത്സംഗം നടന്നിട്ടില്ല എന്ന് തന്നെയാണ്. ഇത് തെളിയിക്കാൻ ഏറ്റവും തെളിവ് പുറത്തുവിട്ടുള്ള ഫെനി നൈനാൻ ഒരു ഉത്തമ സുഹൃത്താണ് എന്നെങ്കിൽ പറയാൻ പറ്റും. പത്രദൃശ്യ മാധ്യമങ്ങളുടെ സമൂഹത്തിലും ഒറ്റപ്പെട്ട് നിന്ന് പോയ രാഹുൽ മാങ്കൂട്ടത്തെ കൈപിടിച്ചുയർത്താൻ വേണ്ടി തെളിവുകൾ എൻ്റെ കൈവശമുണ്ട്. ഈ യുവതി പറഞ്ഞ് കള്ളമാണ്, ഈ പറഞ്ഞ കള്ളം പൊളിക്കേണ്ടതാണ്, ഒരു നിരപരാധിയെ ജയിൽ ക്രൂശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം രംഗത്ത് വന്ന് പരസ്യമായി രംഗത്ത് വന്ന ആള് അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്. വെറുതെ വരുന്നതല്ല, വ്യക്തമായ തെളിവോട് കൂടിയിട്ടാണ് വന്നത്. അതേ തെളിവോട് കൂടി വന്ന ഫെനി നൈനാൻ തന്നെയാണ് പിന്നീട് റിനി ആർ ജോർജിൻ്റെ പിന്നിലുണ്ട് എന്ന് പറയുന്ന തെളിവുകളും പുറത്തുവിട്ടുള്ളത്. പിന്നെ റിനി ആർ ജോർജിൻ്റെ പിന്നിലേക്ക് വരാൻ പോലും തയ്യാറായില്ല. കാരണം റിനി ആർ ജോർജ് ഈ പറയുന്ന ഈ പെൺകുട്ടിയും, അതായത് ഇപ്പോൾ പരാതി കൊടുത്ത അതിജീവിതയും തമ്മിലുള്ള ചാറ്റ് ഫെനി നൈനാൻ്റെ കൈവശമുണ്ട് എന്ന് വന്നതോടെ, അത് ആ അതിജീവിത അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് വന്നതോടെ സംഭവം പൊളിഞ്ഞു. അതായത് ഇതിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ച് പണി ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിരിക്കണം നിയമപരമായിട്ട്. അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന 3ാമത്തെ കേസിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിൽ ബലാത്സംഗം നടന്നിട്ടില്ല. അതേസമയത്ത് ഇല്ലീഗലായി അറസ്റ്റ് നടന്നിട്ടുണ്ട്. അതേപോലെ ഇല്ലീഗലായിട്ട് അദ്ദേഹത്തെ പരാതി സ്വീകരിച്ചതും ഇല്ലീഗലാണ്. 3 കാര്യങ്ങളും വളരെ കൃത്യമാണ്. ഒന്ന്, പരാതി ഇല്ലീഗലാണ്, വ്യാജ ഒപ്പിട്ടിട്ടാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് പരാതിയുള്ളത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത രീതി തെറ്റാണ്. 3, ഈ കേസേ വ്യാജമാണ്. അപ്പോൾ ഇതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയ ആളുകൾ ആരൊക്കെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്നലെ വരെ രാഹുൽ മാങ്കൂട്ടം പ്രതിസ്ഥാനത്തായിരുന്നെങ്കിൽ നാളെ മുതൽക്ക് വാദിസ്ഥാനത്താവാൻ പോവുകയാണ്. അദ്ദേഹം തിരിച്ച് പോരാട്ടം നടത്തി കഴിഞ്ഞാൽ ഹൈക്കോടതി ഈ കേസ് ക്വാഷ് ചെയ്യുകയും അതോടൊപ്പം അദ്ദേഹം നിയമ നടപടികൾ ഇപ്പോഴേ ആരംഭിക്കാം. കാരണം പത്തനംതിട്ട സെഷൻസ് കോടതി വളരെ വ്യക്തമായി പറഞ്ഞത് ബലാത്സംഗമേ അല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിണറായി വിജയൻ്റെ ചെപ്പുകിട്ടത്താണ് അടി കിട്ടിയത്. രണ്ടാമത്തത് നിയമവിരുദ്ധമായിട്ടാണ് അറസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ അതേ പിണറായി വിജയൻ്റെ കാലിന് ചങ്ങലിക്കിട്ടിരിക്കുകയാണ് കോടതി. മൂന്നാമത്തത് അറസ്റ്റ് ചെയ്ത രീതി, അറസ്റ്റ് അങ്ങനെ ഒരു പരാതി നിയമപരമല്ല എന്ന് പറഞ്ഞ ഒരു കോടതി. മൂന്നാമത് അറസ്റ്റേ ലീഗലാണ് എന്ന് പറഞ്ഞതോടുകൂടിയിട്ട് ഇത് പൂർണ്ണമായും ചങ്ങലക്കിട്ട് ബന്ധനസ്ഥനാക്കിയിരിക്കുകയാണ് ഏത് കോടതി. അതായത് നാണം കെട്ട പിണറായി എന്ത് തെമ്മാടിത്തരം കാണിക്കും ഒരാളെ അറസ്റ്റ് ചെയ്യാൻ. അദ്ദേഹത്തിൻ്റെ വകുപ്പ് എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ത് വൃത്തികേട് പറഞ്ഞാൽ അത് ചെയ്യുന്നൊരു വകുപ്പായി മാറ്റി എന്നുള്ളതാണ് സത്യം. എന്നാൽ തിരുവനന്തപുരത്ത് പിണറായി വിജയൻ കൃത്യമായിട്ട് ഓപ്പറേഷൻ നടത്തിയില്ലായിരുന്നെങ്കിൽ ഇതിൽ കേസ് എടുക്കാൻ പറ്റുമായിരുന്നില്ല, തൊടാൻ പറ്റുമായിരുന്നില്ല. ഇപ്പോൾ വാദി പ്രതിയാകുന്ന രീതിയിലേക്ക് കൃത്യമായി വരുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള ക്രൈമാണ്. ഈ കേസിൽ വാദി പ്രതിയാകും, പ്രതി എന്താവും വാദിയായി വരും, പ്രതിയായ ഇതിനകത്ത് അതിജീവിത അവസാനം പുറത്തു വരേണ്ടി വരും, അവസാനം ഫോട്ടോ പ്രസിദ്ധീകരിക്കേണ്ടി വരും. അവരെ ഫോട്ടോ നാളെ പത്രങ്ങളിൽ ദൃശ്യങ്ങളിൽ മാറ്റി വരും. കാരണം കള്ളക്കേസ് കൊടുത്ത ആൾ പ്രതിയാണ്, പ്രതിയായ ആളെ ഫോട്ടോ ലോകം മുഴുവൻ അറിയും. ഇപ്പോൾ തന്നെ ആ പെൺകുട്ടി പരാതിക്കാരി 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ തയ്യാറല്ല, കേരളത്തിൽ വന്ന് പോലീസിന് മുമ്പാകെ വരാൻ തയ്യാറല്ല, എനിക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല എന്നൊക്കെയാണ് ഇപ്പോൾ വിളിച്ചു പറയുന്നത്. അവസാനം പിണറായി വിജയൻ കുടുങ്ങിയിരിക്കുകയാണ്, ആ പെൺകുട്ടിയാണ് മുങ്ങിയിരിക്കുകയാണ്, ഭർത്താവാണെങ്കിൽ ഉപേക്ഷിച്ചു പോയിരിക്കുകയാണ്. എന്തായാലും നാണം കെട്ടൊരു സർക്കാർ. ആരെ വേണമെങ്കിലും ഏത് കള്ളക്കേസിൽ കൊടുക്കാൻ കഴിവുള്ള ആളാണ് പിണറായി വിജയൻ എന്ന് തെളിയിച്ചിരിക്കണം. എന്നെ 3-4 കള്ളക്കേസുകളിലാണ് കുടുക്കിയിട്ടുള്ളത്. ഞാൻ ഒരു കേസിലും ഞാൻ കുറ്റക്കാരനാണെന്ന് ഒരു കോടതിയും പറഞ്ഞില്ല. ജാമ്യം ഹർജിയിൽ തന്നെ പറയും ഞാൻ കുറ്റക്കാരനല്ല എന്ന് കൃത്യമായി പറയും. അതെ, ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറയാൻ കാരണം അതിൽ കൃത്യമായി എനിക്കെതിരെ ഒരു തെളിവുമില്ലാത്തതുകൊണ്ടാണ്. കാരണം കള്ളക്കേസാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ച് കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ തിരിച്ച് അതേപോലെയുള്ളൊരു പ്രധാനപ്പെട്ട അതേപോലെ സമാന സ്വഭാവമുള്ള ഒരു കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ
ഫൈറ്റ് ചെയ്ത് തുടങ്ങിയത്. ആ ഫൈറ്റ് 100% വിജയിച്ചതാണ് ഇപ്പോൾ. ഇനി ആരെങ്കിലും പരാതിക്കുമായി വരികയാണെങ്കിൽ അവർ കുടുങ്ങും എന്നുള്ളതാണ് പറയാനുള്ളത്. കള്ളപ്പരാതിയുമായി പിണറായി വിജയൻ്റെ കൂടെ നിന്നാൽ പിണറായി വിജയൻ സംരക്ഷിക്കാൻ വരില്ല. കാരണം പിണറായി വിജയൻ ഈ 2 മാസം കഴിഞ്ഞാൽ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത വിധത്തിൽ ഇവിടെ നിന്ന് സ്ഥലം വിടേണ്ടി വരും. കാരണം കേരള ജനത ഇത്തരം കള്ളക്കേസുകൾ എടുത്ത് അങ്ങനെ സ്ഥിരമായിട്ട് പലരെയും ജയിലിലടയ്ക്കുന്ന ഈ കിരാത ഭരണം അവസാനിക്കണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടുത്തെ ഓൺലൈൻ ചാനലുകൾ ഒറ്റക്കെട്ടായി പിണറായി വിജയൻ സർക്കാർ മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ആളുകളെ വേട്ടയാടുന്ന ഈ സർക്കാരിനെതിരെ കേരളത്തിലെ ഓൺലൈൻ ചാനലുകൾ ഒറ്റക്കെട്ടായി പോരാടുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു 10 പ്രധാന ഓൺലൈൻ ചാനലുകൾ ഒരുമിച്ച് യോഗം ചേർന്നിരുന്നു. ഞങ്ങളൊരു സംഘടന രൂപീകരിക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഇത്തരത്തിലുള്ള കിരാതമായ എന്ത് ചെയ്താലും അവരെ ശക്തമായി നേരിടുമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അത്തരം കേസുകൾ തന്നെ പിൻവലിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടം തിരിച്ചടിക്കാൻ പോവുകയാണ്. ഇതിൽ നഷ്ടപരിഹാരം മേടിക്കേണ്ടതുണ്ട്. ബാക്കി ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൻ്റെ ഈ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള വേറൊരു വീഡിയോ കൂടി ഉടനെ ചെയ്യുന്നുണ്ട്. അതുവരെ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.